നാഗേഷിൻ്റെ സംവിധാനത്തിൽ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുകോൺ പോലുള്ള താരങ്ങൾ അണിനിരന്ന് ഇന്ന് റിലീസിനെത്തിയ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൽക്കി 2898 AD. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് കൽക്കി എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നതല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ ഈ കൽക്കി എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റിന് പോവുകയാണ് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള നാഗ് അശ്വനാണ്. ഇവനെ വിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു, ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ഒരു വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 600 കോടി രൂപ മുടക്കിയെടുത്തൊരു സിനിമ. ആ ഒരു പൈസ മുഴുവനായിട്ടും ഈ സിനിമയെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സിനിമയുടെ ടൈറ്റിൽ കാർഡ് തൊട്ട് തന്നെ സിനിമ ഓപ്പൺ ആവുകയാണ്. എന്താ പറയുക, ആ ഒരു ടൈറ്റിൽ കാർഡ് കാണിച്ച ഗ്രാഫിക്സ് വരെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു യൂണിവേഴ്സാണ്. എനിക്കിത് ഇനി എന്താണ് ഈ സിനിമ, ഈ ഒരു യൂണിവേഴ്സ് നമുക്ക് തരാൻ പോകുന്നതാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വിത്തിട്ട് ആ വിത്തിൽ നിന്ന് ചെറിയൊരു തളിര് മാത്രമേ വന്നിട്ടുള്ളൂ. സോ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യൂണിവേഴ്സിൽ നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ നെഗറ്റീവ് ഇല്ലയെന്ന് ചോദിച്ചാൽ ദെയർ ആർ സം തിങ്സ്, ചില നെഗറ്റീവ്സ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊരു പുതിയ തുടക്കമാണ്. കാരണം പണ്ടൊക്കെ സൂപ്പർ ഹീറോ സിനിമാസ് നമ്മൾ ഇംഗ്ലീഷ് കാണാൻ നേരത്ത് ഞാൻ വിചാരിക്കുകയാണ്, നമ്മളെ ഇന്ത്യൻ മിത്തോളജിയിലൊക്കെ ഒരുപാട് എന്താ പറയുക കഥകളുണ്ട് നമുക്ക്. കാരണം ഒരു സൂപ്പർ ഹീറോ സിനിമയുടെ ബേസിക് സോഴ്സ് എന്ന് പറയുന്നത് അവരുടെ കോമിക് ബുക്ക് സോഴ്സാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു എന്താ പറയുക മിത്തോളജിക്കൽ ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യക്ക്. അതിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിൽ ഒരുപാട് പവർഫുള്ളായിട്ടുള്ള ബീയിങ്സ് ഉണ്ട്. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള ബീയിങ്സിനെ വെച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് ആ കഥാപാത്രത്തിനെ മോഡേൺ വേൾഡിൽ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് എടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ആവുന്നുണ്ട്. എസ്പെഷ്യലി കുറച്ചിടത്ത് കോമഡിയൊക്കെ ട്രൈ ചെയ്യുന്നിടത്തൊക്കെ സിനിമ കുറച്ചൊരു ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പടം ഒരു ഫോർത്ത് ഗിയർ ഇട്ടാണൊക്കെ പടം എന്ന് പറഞ്ഞൊരു പോക്കാണ് പോകുന്നത്. അതിൽ ഒരുപാട് എന്താ പറയുക നല്ല ട്വിസ്റ്റും ടേൺസും വരുന്നുണ്ട്. നല്ല ഹൈപ്പുള്ള സീൻസ് വരുന്നുണ്ട്. ക്ലൈമാക്സൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു ക്ലൈമാക്സ് സീൻസ് വരുന്നുണ്ട്. ആൻഡ് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് വൈസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പ്രഭാസിൻ്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. പ്രഭാസ് ഒരു ജോളി ആയിട്ടൊരു കഥാപാത്രമാണ്. തൻ്റെ ആ ഒരു എന്താ പറയുക, തൻ്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്നൊരു കഥാപാത്രമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതേസമയത്ത് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള, കെയർലെസ് ആയിട്ടുള്ള, ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു ഗായായിട്ടായിരിക്കും പ്രഭാസിൻ്റെ കഥാപാത്രത്തിനെ ഫസ്റ്റ് ഹാഫിൽ കാണിച്ചിട്ടുണ്ടാവുക. സെക്കൻഡ് ഹാഫിലെ കഥാപാത്രത്തിൻ്റെ ട്വിസ്റ്റും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ അമിതാഭ് ബച്ചൻ്റെ ആക്ടർ അശ്വത്ഥമാവായിട്ട് വരാൻ നേരത്ത്, പുള്ളിയെ സ്ക്രീനിൽ വന്ന് നിൽക്കാൻ നേരത്ത് ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തൊരു സ്ക്രീൻ പ്രസൻസ് ആണ്. പുള്ളി ഒരു യങ് വേർഷൻ VFXൽ ഒരു AIയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. പക്ഷേ ഐ തിങ്ക് ഇതൊരു തുടക്കം മാത്രമാണ്. വരുന്ന സിനിമകളിൽ തീർച്ചയായിട്ടും ഇതിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ കഴിയും. ഇത് എന്താ പറയുക, ഇത് മോശമൊന്നല്ല, പക്ഷേ കുറച്ചും കൂടെ വേണം ഇത് തോന്നുന്ന കണക്കുള്ള. അഫ്കോഴ്സ് ഇത് വെറൊരു തുടക്കമാണ്. ഇതിനപ്പുറം ഈ ഒരുപാട് കാഴ്ചകൾ ഈ സിനിമ നമുക്ക് എന്താ പറയുക തരാൻ പോകുന്നു എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു വേൾഡ് ബിൽഡിംഗ് ആണ്, അത്രമാത്രമേ ഇപ്പം നടന്നിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ കമൽഹാസൻ്റെയൊക്കെ ആ ഒരു CG വർക്ക് അമേസിങ് ആയിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടത് കമൽഹാസന് മനസ്സിലാവില്ല, അത്ര നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സൗണ്ട് മോഡുലേഷനൊക്കെ ഒരു രക്ഷയുമില്ല. അമ്മാതിരി ഒരു സൗണ്ട് മോഡുലേഷൻ ദീപിക പദുകോൺ ആയിക്കോട്ടെ, ശോഭന ആയിക്കോട്ടെ. പക്ഷേ എന്നെ ആക്ച്വലി സർപ്രൈസ് ചെയ്തത് അന്നാബെൻ്റെ കഥാപാത്രമാണ്. ആക്ച്വലി നോക്കുകയാണെങ്കിൽ എന്താ പറയുക, അന്നബൻ സ്റ്റണ്ടൊക്കെ ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടിട്ടില്ല. വളരെ നന്നായിട്ട് ആ സീനൊക്കെ എടുത്തുകൊണ്ട് പോകണം. നല്ലൊരു ആക്ഷൻ എന്താ പറയുക കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയ്ക്കകത്ത് ഒരുപാട് സർപ്രൈസ് ക്യാമിയോസ് വരുന്നുണ്ട്. പെട്ടെന്ന് കുറേ ക്യാമിയോസ് വരുന്നുണ്ട്. ചില കഥാപാത്രങ്ങൾ, പ്രതീക്ഷിക്കാത്ത കഥാപാത്രങ്ങൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വന്നിട്ട് പോകുന്നുണ്ട്. ഇവരൊക്കെ ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമോ, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ എന്തുമാത്രം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണെന്ന് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് ആക്ച്വലി കഥയാണ് നടക്കുന്നത്. ഇതൊരു മുഴുനീള സിനിമ ആയിട്ടില്ല. ഇനിയും ഇതിൻ്റെ അകത്ത് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ബേസിക് സ്റ്റോറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കഥ തന്നെയാണ്. വിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായിട്ടുള്ള കലിയുഗത്തിൽ ജനിക്കും. അതാണ് ഇന്ത്യൻ മിത്തോളജി. ആ മിത്തോളജി അടിസ്ഥാനമാക്കി പുതിയ മോഡേൺ വേൾഡിൽ അതിനെ അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് വളരെ രസകരമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ട് നല്ല എന്താ പറയുക, കണ്ടുകൊണ്ടിരിക്കാതെ രസമുണ്ട്. ആൻഡ് കമൽഹാസൻ്റെ വില്ലൻ ക്യാരക്ടറും വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് സീക്രട്സി ഉണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നമ്മളുടെ ലോകം ഇങ്ങനെ ആയിരുന്നു പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് തോന്നിയ കാര്യം, കുറച്ച് കോമഡി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് ഒരു സീരിയസ്നെസ് കൊണ്ടുവന്നിരുന്നു
കുറേ ഇൻറ്റൻസ് ആയ സിനിമ. മേ ബി കുറച്ച് ലൈറ്റ് ഹാർഡായി ഇരിക്കാൻ വേണ്ടിയായിരിക്കും ആ ഒരു കോമഡീസ് കൊണ്ടുവന്നത്. മേജർലി വർക്കായില്ല, കുറച്ച് ലാഗ് ചെയ്യും പോലെയും തോന്നി. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ചില സീൻസ് കുറച്ച് ലാഗ് ആകും പോലെ തോന്നി. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അമേസിങ് വർക്കാണ് കേട്ടോ. VFX ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന സന്തോഷ് നാരായണനാണ്. വണ്ടർഫുൾ വർക്ക്. ചിലയിടത്തൊക്കെ അടിപൊളിയായിട്ട് ആ പീക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വർക്ക് വളരെ നന്നായിട്ടുണ്ട്, എല്ലാവരുടെയും സ്വാഗ് വളരെ നന്നായിട്ടുണ്ട്. സ്ക്രീനിൽ വന്ന എല്ലാ കാര്യങ്ങളും കാണാൻ നേരത്ത് ഭയങ്കര വെറൈറ്റി ആയിട്ടും എന്താ പറയുക, ഒരു പുതുമയുള്ള കാര്യം കണ്ട ഒരു ഫീൽ ഈ സിനിമ തരുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സീനുകൾ കുറച്ച് കടിച്ചമർത്തി കാണേണ്ടി വരും, ഇല്ല ഞാൻ പറയുന്നില്ല. അത് കുറച്ച് അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാമായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും ബൈ.